ഖാലിദ് റഹ്മാന്റെ ഏറ്റവും പുതിയ സംവിധാന സംരംഭമായ നസ്ലൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ആലപ്പുഴ ജിംഖാന അത്ര പ്ലോട്ട് ഹെവി ആയിട്ടുള്ള ഒരു സിനിമയല്ല. പടത്തിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്ഥിരം കാണുന്ന അണ്ടർഡോഗ് സ്റ്റോറി പോലുമല്ല. പക്ഷേ തല്ലുമാല പോലെ അത്ര സ്ട്രക്ചർ ഓറിയന്റഡ് അല്ലാത്തൊരു സബ്ജക്റ്റ് സ്വന്തം ക്രാഫ്റ്റിന്റെ കോൺഫിഡൻസിൽ ഒരുക്കിയ ഖാലിദ് റഹ്മാൻ ഇവിടെയും സീനുകളെ മൗണ്ട് ചെയ്യാനുള്ള സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ബോക്സിംഗിന്റെ ബാലപാഠങ്ങൾ മാത്രം അറിയുന്ന കുറെ പയ്യന്മാരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കൺവെൻഷനലായി നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആർക്ക് പരിപാടി ഇവിടെ ഇല്ല എന്നുള്ളത് അല്പം പഞ്ച് കുറയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഇതിന്റെ ഒരു സ്റ്റേജിങ് ഈ പടത്തിനെ ഒരു രസികൻ പടമാക്കുന്നുണ്ട്. ജോജോ ജോൺസൺ ആണ് നമ്മുടെ നായകൻ. ജോജോയും അവന്റെ കൂട്ടാളികളും 12ാം ക്ലാസ് നല്ല ക്ലാസ്സായി തോറ്റു. ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിക്കുമ്പോഴാണ് സ്പോർട്സ് കോട്ടയിൽ കയറി പറ്റുക എന്ന ഓപ്ഷൻ അവരുടെ മുന്നിൽ വരുന്നത്. അതിനുവേണ്ടി ജോജോ സജസ്റ്റ് ചെയ്യുന്നത് ബോക്സിംഗ് ആണ്. എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന മൈൻഡിൽ വന്ന ഈ ചെറുപ്പക്കാർ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുന്നതും ആദ്യമായി സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നതുമൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. നിരുപദ്രവമായ ചില സ്പോയിലറുകൾ മുന്നോട്ടുണ്ടാകും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത്ര പ്ലോട്ട് ഹെവി ആയിട്ടുള്ള സിനിമയല്ല ഇത്. ചില സ്ഥലത്തൊക്കെ കഥാപാത്രങ്ങൾക്ക് എന്തൊക്കെയോ ബാക്ക് സ്റ്റോറി ഉണ്ട് എന്ന് റഹ്മാൻ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും പടം അങ്ങോട്ടേക്കൊന്നും അധികം പോകുന്നില്ല. സിനിമ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ ജീവിതത്തിൽ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയതിനു ശേഷം കുറെ ചെറുപ്പക്കാർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർ ഏത് റോൾ സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കി കൊടുത്തതിനെ പറ്റിയുള്ള ഒരു കഥയാണെന്ന് പറയാം. പക്ഷേ ഈ ഒരു ബോധോദയം ആംഗിൾ ഖാലിദ് റഹ്മാൻ സ്പൂൺ ഫീഡ് ചെയ്ത് പറയുന്നില്ല. ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിന്റെ ചില കൺവെൻഷണൽ രീതികൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് റഹ്മാൻ ഇത് സാധിച്ചെടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ നായകൻ കുറച്ചുനേരം ഒന്ന് മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കാൻ പാകത്തിനുള്ള ഒരു തരം സംസാരപ്രിയനാണ്. ആ കഥാപാത്രത്തെ ഒരു സമയത്ത് പോലും ഒരു കൺവെൻഷണൽ ഹീറോ ആക്കാൻ റഹ്മാൻ ശ്രമിക്കുന്നില്ല. അതായത് ബോധോദയം വന്ന് ഇയാൾ ബോക്സിംഗ് ചാമ്പ്യൻ ഒന്നും ആകുന്നില്ല. ആക്ച്വലി പടത്തിലെ ശരിക്കുമുള്ള ഒരു ഹ്യൂമർ ഫാക്ടർ കിടക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഹീറോയിസം വരും എന്നതാണ്. പ്ലോട്ടിന്റെ സ്ലിം ആയിട്ടുള്ള സ്വഭാവവും ലോക തോൽവികളായിട്ടുള്ള കുറെ കഥാപാത്രങ്ങളും കാണുമ്പോൾ ഗിരീഷ് ഏടി എഴുതി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയാണോ ഈ പടം എന്ന് തോന്നിപ്പോകും. സിമ്പിൾ ആയിട്ടുള്ള ഹ്യൂമർ വളരെ രസകരമായി സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന സംവിധായകനാണ് ഗിരീഷ് എങ്കിൽ ഖാലിദ് റഹ്മാൻ അതിൽ വിഷ്വൽ ലാംഗ്വേജ് കൂടി ഗംഭീരമായി മിക്സ് ചെയ്യും. സ്റ്റാറ്റിക് ആയ ഫ്രെയിമുകൾ ഫാസ്റ്റായി കട്ട് ചെയ്ത് ഇടയ്ക്ക് സൂം ഇന്നും സൂം ഔട്ടും ഒക്കെ ചെയ്ത് ഗ്രാഫിക്സ് ടെക്സ്റ്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് പടം ആരംഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ പടത്തിന്റെ ഒരു ടോണും സ്പീഡും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റഹ്മാന് സാധിക്കുന്നുണ്ട്. ഈ പയ്യന്മാരുടെ ആഗ്രഹങ്ങളും ലൈഫ് സ്റ്റൈലും ഒക്കെ കാണിക്കുന്നതിനാണ് ആദ്യ പകുതി ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൂടെ തന്നെ ഒരുപാട് ഹ്യൂമർ ബിൽഡ് ചെയ്യാൻ ഖാലിദ് റഹ്മാനും ടീമിനും സാധിക്കുന്നുണ്ട്. സിനിമയുടെ രണ്ടാം പകുതിയിലാണ് ശരിയായ ബോക്സിംഗിലേക്ക് പടം നീങ്ങുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹൈ മൊമെന്റുകൾ അവിടെയാണ് സംഭവിക്കുന്നത്. വലിയ പ്രാക്ടീസും കാര്യവും ഇല്ലാത്ത അണ്ടർഡോഗുകൾ ഭാഗ്യവാന്മാരാകുന്ന സ്ഥിരം ടെംപ്ലേറ്റ് സ്റ്റോറി അല്ല നമ്മളിവിടെ കാണുന്നത്. അത്തരത്തിലുള്ള അണ്ടർ ട്രെയിൻഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയൊരു സ്ഥലത്ത് പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രാക്ടിക്കലായ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലുള്ളത്. എന്തെങ്കിലും സാധനം അപ്രതീക്ഷിതമായി സംഭവിച്ചാൽ തന്നെ അതിനുള്ള കാരണം നമുക്ക് ഒന്നാം പകുതി പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളാണ്. ജിംഷി ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി ഈ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ആലപ്പുഴ ജിംഖാനയുടെ സിനിമാറ്റോഗ്രാഫിയെ അച്ചടക്കമുള്ള തല്ലുമാല എന്ന് വേണമെങ്കിൽ പറയാം. വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ വരുന്ന ആളിന്റെ കഥ പറയുന്ന ടൈപ്പ് റോക്കിയോ ക്രീഡോ അല്ല ഈ പടം. റിയലിസ്റ്റിക് ആയി ബോക്സിംഗ് കാണിക്കുന്നതിൽ ഫൺ എലമെന്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു യുണീക്നെസ് ഇതിന്റെ വിഷ്വൽ ലാംഗ്വേജിന് ആവശ്യമാണ്. ഓരോ ഫൈറ്റിനും ഓരോ രീതി കൊടുത്ത് ജിംഷി ആ സ്റ്റൈൽ ഫാക്ടർ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കോമഡി ആകുന്ന ഫൈറ്റുകൾക്ക് സാധാരണ ആയിട്ടുള്ളതോ എക്സാജറേറ്റഡ് ആയിട്ടുള്ളതോ ആയ ഒരു സ്വഭാവവും, നല്ല ഫൈറ്റുകൾക്ക് ആ ഫൈറ്റിന്റെ ക്രാഫ്റ്റ് കാണിക്കുന്ന പഞ്ചുകളുടെ ഇമ്പാക്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബോക്സിംഗ് പടത്തിന് ആവശ്യമായിട്ടുള്ള റിതം സിനിമയുടെ എഡിറ്റിങ്ങിനുണ്ട്. വിഷ്ണു വിജയ് ഒരുക്കിയിട്ടുള്ള പാട്ടുകളെല്ലാം വളരെ ഈസിയായി നരേറ്റീവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. നസ്ലൻ അവതരിപ്പിച്ചിട്ടുള്ള ജോജോ പ്രേമലുവിലെ കഥാപാത്രത്തിന്റെ വേറൊരു വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് ഒരേ സോണിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും അവ തമ്മിൽ നല്ല വ്യത്യാസം കൊണ്ടുവരാൻ നസ്ലൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ഗണപതി ഈ സിനിമയ്ക്ക് വേണ്ടി അതിഗംഭീരമായ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് നടത്തിയിരിക്കുന്നത്. ഫൈറ്റ് സീക്വൻസുകളിൽ ഗണപതിയുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. പെട്ടെന്ന് ചൂടാകുന്ന പഴയ കുറെ കാര്യങ്ങൾ തലയിലോടുന്ന കോച്ച് കഥാപാത്രത്തെ ലുക്മാൻ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഫാലിമിയിൽ ഉണ്ടായിരുന്ന സന്ദീപ് പ്രദീപ് ഇതിലും കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്രാങ്കോ ഫ്രാൻസിസിന് ഈ സിനിമയിൽ മികച്ചൊരു കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ആൾക്ക് കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാതൽ ഫെയിം അനഘ രവി ഇതിലൊരു ഡാൻസിംഗ് ബോക്സറെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ബോക്സർക്ക് വേണ്ട ഊർജ്ജവും ചാമും അനഘയുടെ പ്രകടനത്തിലുണ്ടായിരുന്നു. ശിവ ഹരിഹരൻ, ബേബി ജീൻ, ഷോൺ ജോയ്, കിരൺ എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പല രീതിയിൽ നോക്കിയാലും ക്ലട്ടർ ബ്രേക്കർ എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഈ സിനിമയുടെ കഥ നിങ്ങൾ ആരോടെങ്കിലും പറയാൻ നോക്കുമ്പോൾ അവർ നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്ത് അടുത്ത സീൻ പറയാൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഊഹം പാളി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലാണ് തിരക്കഥ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി ബോക്സിംഗ് പഠിക്കാൻ പോയ സ്വന്തം അനുഭവത്തിൻ്റെ ബേസിലാണ് ഈ പടത്തിൻ്റെ കഥ എഴുതിയത് എന്ന് ഖാലിദ് റഹ്മാൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റിയൽ ലൈഫിനെ ഒരു ബേസ് ലെയർ ആക്കി ബാക്കി മൊത്തം സിനിമാറ്റിക് ആക്കുന്ന ഒരു പരിപാടിയല്ല ഈ സിനിമയ്ക്ക് ഉള്ളത്. ഒരുപക്ഷെ ഈ സിനിമയുടെ ആകപ്പാടെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗം അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയിരിക്കും. ഒരു കച്ചവട സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യാൻ സിനിമാറ്റോഗ്രാഫി സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്